കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മാസങ്ങൾ നീണ്ടുനിന്ന വീറും വാശിയും നിറഞ്ഞ പരസ്യ പ്രചാരണത്തിന് വിരാമമായിരിക്കുന്നു. കൊട്ടിക്കലാശത്തിന്റെ ആവേശമടങ്ങി സംസ്ഥാനം ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ 48 മണിക്കൂർ ജാഗ്രതയിലാണ്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. ആരവങ്ങൾ ഒഴിഞ്ഞുവെങ്കിലും രാഷ്ട്രീയ കേരളത്തിനത് ഉറക്കമില്ലാത്ത രാത്രിയാണ്. മൈക്ക് കെട്ടിയുള്ള അനൗൺസ്മെന്റുകളോ വലിയ റോഡ് ഷോകളോ ഇനി ഉണ്ടാവില്ല. എങ്കിലും ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വിട്ടുപോയ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണികൾ. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയ തന്ത്രങ്ങളുണ്ട്, കണക്ക് കൂട്ടലുകളുണ്ട്. സംസ്ഥാനത്ത് സുരക്ഷാ സന്നാഹങ്ങൾ ഇത്തവണ അതീവ ശക്തമാണ്. ക്രമസമാധാന നില ഉറപ്പുവരുത്താൻ കേന്ദ്ര സേനയും കേരള പോലീസും കൈകോർക്കുന്നു. 2500 ബൂത്തുകൾ അതീവ ജാഗ്രതയിലാണെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗും കേന്ദ്രസേനയുടെ നേരിട്ടുള്ള നിരീക്ഷണവും ഉണ്ടാകും. 140 കമ്പനി കേന്ദ്രസേന അംഗങ്ങളും തമിഴ്നാട് പോലീസിലെ 20 കമ്പനി അംഗങ്ങളുമാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി സംസ്ഥാനത്തെത്തിയത്. അക്രമ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആളുകൾ കൂട്ടം കൂടുന്നത് തടയാൻ കർശനമായ പെട്രോളിംഗ് ആണ് പോലീസ് നടത്തുന്നത്. ഓരോ വാഹനവും പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. വോട്ടിനെ സ്വാധീനിക്കാൻ പണമോ മദ്യമോ ഒഴുക്കാനുള്ള ശ്രമങ്ങൾ തടയാൻ പ്രത്യേക സ്ക്വാഡുകളും രംഗത്തുണ്ട്. ഇത്തവണ പോരാട്ടം പ്രവചനാതീതമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മധ്യ കേരളത്തിലേക്കാണ്. ഇവിടെയുള്ള 50 മണ്ഡലങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു വലത് മുന്നണികൾ. ഭരണ തുടർച്ചയുടെ 3ാം ഘട്ടം സ്വപ്നം കാണുന്ന LDF-ഉം അധികാരം തിരിച്ചുപിടിക്കാൻ സർവ്വശക്തിയും ഉപയോഗിക്കുന്ന UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പലയിടങ്ങളിലും നടക്കുന്നത്. അതേസമയം BJP-യും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. തൃശൂരും മണലൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കാനും വിജയിക്കാനും കഴിയുമെന്നാണ് NDA നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഓരോ വോട്ടും നിർണായകമാകുന്ന കടുത്ത ത്രികോണ മത്സരത്തിനായിരിക്കും ഇത്തവണ തിരഞ്ഞെടുപ്പ് വേദിയാവുക. സാങ്കേതികവിദ്യ വളരുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ഇത്തവണ നാം കണ്ടതാണ്. AI സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ച ഒരു AI വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ ആലപ്പുഴ സൈബർ പോലീസ് കേസെടുത്തിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ വീഡിയോ BJP പ്രവർത്തകരാണ് പ്രചരിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതൊരു വ്യാജാരോപണം മാത്രമാണെന്ന് BJP തിരിച്ചടിക്കുന്നു. സാമുദായിക സംഘടനകളുടെ നിലപാടും ഈ നിശബ്ദ പ്രചാരണ ഘട്ടത്തിൽ നിർണായകമാണ്. തങ്ങൾ ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വോട്ടർമാർ വീഴരുതെന്ന് എല്ലാ സംഘടനകളും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ 8 മണി മുതൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങി. വോട്ടിംഗ് മെഷീനുകളും VVPAT മെഷീനുകളും ഉദ്യോഗസ്ഥർ വൈകുന്നേരത്തോടെ അതത് ബൂത്തുകളിൽ എത്തിച്ചേരും. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് നിങ്ങളുടെ വോട്ടാണ്. കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ആ വിരലടയാളത്തിനായി നാട് കാത്തിരിക്കുന്നു.